എന്നിട്ട് സാരി ചീത്തയാക്കിയതോ പോട്ടെ, എന്ത് ചെയ്താലും തലകിഴുക്കനെ ചെയ്യുള്ളൂ എന്ന് വെച്ചാലോ? ആ സ്റ്റേറ്റ്മെന്റിന്റെ കോപ്പി എടുത്തോണ്ട് വന്നൊന്ന് കാണണം. എനിക്ക് കണ്ടിട്ട് കലി വന്നു. താൻ അയാളെ ചീത്ത പറയുന്നത് സൂക്ഷിച്ചു വേണം. വല്ലാണ്ട് വരണ്ടാറുണ്ടല്ലോ, നിന്ന നിൽപ്പിൽ മൂത്രം ഒഴിക്കും. കേട്ടിടത്തോളം അതാ കക്ഷിയുടെ പ്രകൃതം. വഴക്ക് പറയുമ്പോ ഇപ്പൊ കരയുന്നുള്ള ആ ഒരു ഭാവം കാണണം. പാവം തോന്നും കേട്ടോ. ആ ഞാനങ്ങ് ഗൗരവം വിടാണ്ട് നിന്നേ ഉള്ളൂ. തന്റെ ഓഫീസ് കൊള്ളാമല്ലോ. ഓരോന്നും ഓരോ ടൈപ്പാ. ആ ഒരു തൊട്ടാവടി ഉണ്ടായിരുന്നല്ലോ, ഭർത്താവ് കണ്ണു വിളിച്ചൊന്ന് നോക്കിയെന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങണ പെണ്ണ്. ശോ, കഷ്ടമുണ്ട് കേട്ടോ ശ്രീയേട്ടാ. തുളസി ഇന്ന് വരുമ്പോ നെറ്റിൽ ഇതേ ഇവിടെ ഇട്ടൊരു മുറിവ്. ആദ്യം പറഞ്ഞു വാതില് മുട്ടിയതാന്ന്. പിന്നെ ഉച്ചയ്ക്ക് ഒറ്റയ്ക്കായപ്പോ എന്റെ അടുത്ത് വന്ന് എല്ലാം പറഞ്ഞ് കരയാ. സാധുക്കുട്ടി, എന്താ അതിന്റെ ഭർത്താവ് ഇങ്ങനെയൊക്കെ തുടങ്ങിയേക്കണാവോ? ആ കുറെയൊക്കെ ആ കുട്ടിയുടെയും കുഴപ്പമാ. ആ എന്തായാലും ആ കുട്ടിയുടെ ഭർത്താവല്ലേ അയാൾ. അല്ല, ഇനി അഥവാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തന്നെ എന്തിനാ അത് ഈ കാണുന്നവരുടെ മുഴുവൻ എഴുന്നള്ളിക്കാൻ നടക്കണേ? ബാക്കിയുള്ളവരുടെ സിമ്പതി വാങ്ങാൻ. ഞാൻ പറയണ വെച്ചാൽ ഈ കേൾക്കുമ്പോഴേക്കും അലിവ് കേട്ടാൻ തുടങ്ങണ നിങ്ങളൊക്കെ കൂടിയാ ഇതിന് വളം വെച്ചു കൊടുക്കും. അല്ലെങ്കിലും ആണുങ്ങളൊക്കെ ഒരേ സ്വഭാവക്കാരൻ. അവരെന്തു പറയണോ അതാ ശരി. എന്തോ കുന്തം. രാവിലെ കുറച്ച് നടക്കാന്നുള്ളത് എന്റെ ഒരു ശീല. ഇത്രയും കാലം ഒറ്റക്കായിരുന്നു. താൻ വന്നതോടെ ഒരു കൂട്ടായി. നാട്ടിൽ വെച്ച് കൊച്ചുണ്ണി മാഷ് പറയായിരുന്നു, ഉണ്ണിയേ വയറ് കൂടിക്കൂടി വരണോ, കുറച്ച് നടക്കോ പോടുകയോ ഒക്കെ ചെയ്യണമെന്ന്. ഇപ്പൊ എങ്ങനെ എന്റെ ഗോപിയെ പുറച്ചേക്കുള്ള ബസ്സിന് പുറപ്പെട്ടാലേ സമയത്തിന് ഡിപ്പോയിലെത്തൂ. ഇരുന്ന് ഇരിപ്പിനുള്ള പണിയല്ലേ, പിന്നെ ഇങ്ങനെ വയറ് കാണാണ്ടിരിക്ക. ഇപ്പൊ പിന്നെ ഇവിടെ ആയതുകൊണ്ട് ഇതിനൊക്കെയുള്ള സൗകര്യമുണ്ട്. എവിടാ ഗോപിയുടെ വീട്? തൃപ്പൂണിത്തറയ്ക്കടുത്ത്, തിരുവാങ്കുളം എന്ന് പറയും. ഞാൻ അവിടെ എങ്ങും വന്നിട്ടേ ഇല്ല. തൃപ്പൂണിത്തറാന്ന് കേട്ടേ ഉള്ളൂ. അത്തച്ചമയം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പ്രസിദ്ധല്ലേ. ആരൊക്കെയുണ്ട് ഗോപിയുടെ വീട്ടിലെ? എല്ലാരും ഉണ്ട്. എല്ലാരും വെച്ചാൽ എല്ലാരും വെച്ചാൽ എല്ലാരും. അതാ 3-4 ഭാര്യമാരും സ്വന്തമായിട്ട് 5-6 കുട്ടികളും. എന്ത് പറഞ്ഞാലും ഗോപിക്കൊരു കളി തമാശ. തുളസിയുടെ വീടായത്. ഏത്? നമ്മുടെ ഓഫീസിലെ? അപ്പൊ നമ്മളെങ്ങനെ ഇവിടെ കേറണുണ്ടോ? കേറിക്കളെ.